യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്ന താൻ ജീവന് തന്നല്ലോ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവന് തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയാൽ. എന്നെയും യോഗ്യനായി എണ്ണീയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണീയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സ്വർഗീയ താതനിൻ വേലയും തികച്ചു, സ്വർഗീയ താതനിൻ വേലയും തികച്ചു. സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ, സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോൽ. അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോൽ. ശത്രുവമെന്നെയും താൻ സ്വന്തമാക്കിയ, ശത്രുവമെന്നെയും താൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപമിൻ അതുല്യ സ്നേഹമേ. സ്നേഹസ്വരൂപമിൻ അതുല്യ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിണ്ടൂരർക്കും പാടാൻ അസാധ്യമേയത്. വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിണ്ടൂരർക്കും പാടാൻ അസാധ്യമേയത്. കാൽവരി
വച്ച കുഞ്ഞാളം പ്രിയനിൻ സ്നേഹമെൻ ഗാനമേ, കുഞ്ഞാളം പ്രിയനിൻ സ്നേഹമെൻ ഗാനമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. സ്ത്രീ സരപ്തയിലെ വിധവ 3.5 വർഷം അവളുടെ വീട്ടിൽ ഒളിച്ചു താമസിച്ച ഏലിയ പ്രവാചകനോട് പറയുകയാണ്, എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത്രയും നാൾ നീ ഇവിടെ താമസിച്ചിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. നീ ഒരു ദൈവ പുരുഷനാണെന്ന് മനസ്സിലായി. നീ ദൈവത്തിൻ്റെ ഒരു വിശുദ്ധനാണെന്ന് എനിക്ക് മനസ്സിലായി. നിൻ്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു. സ്തോത്രം. നീ ദൈവപുരുഷനെന്നും നിൻ്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധീകരണം അനുഭവിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ദൈവപുരുഷനായ ഏലിയാവ് സത്യസാക്ഷ്യമുള്ളവനായി തീർന്നു, വിശുദ്ധ സാക്ഷ്യമുള്ളവനായി തീർന്നു. ആ സ്ത്രീ ഭർത്താവ് മരിച്ചതിന് ശേഷം പിന്നീട് മകനുണ്ടായ സ്ത്രീയാണ്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അവിഹിതമായ ഒരു ബന്ധത്തിലായിരിക്കുമല്ലോ ആ മകനുണ്ടായത്. അങ്ങനെ പാപത്തിൽ ജീവിച്ച ഒരു സ്ത്രീ അവളുടെ ഭവനത്തിൽ രഹസ്യമായി ഒളിച്ചു താമസിക്കുന്ന ഏലിയ പ്രവാചകൻ്റെ ജീവിതം കണ്ട് 3.5 കൊല്ലത്തെ ആ ജീവിതം കണ്ട് പറയുകയാണ്, നീ ഒരു ദൈവപുരുഷനാണെന്ന് എനിക്ക് മനസ്സിലായി. നിൻ്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്ന് ഞാൻ ഇതിനാൽ അറിയുന്നു. സ്തോത്രം. ദൈവപുരുഷൻ, എ മാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പുരുഷൻ, ദൈവത്തിൻ്റെ പുരുഷൻ, ദൈവപുരുഷൻ. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണത്തിൽ നിന്ന് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ശുദ്ധീകരണത്തിൻ്റെ ആ ഒരു പ്രക്രിയയിൽ നമുക്ക് ഇങ്ങനൊരു സാക്ഷ്യം ലഭിക്കും. നമ്മെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്തവർ നമ്മിലുള്ളതായ ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയാനിടയാകും ശുദ്ധീകരണം പ്രാപിച്ചാൽ. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം, ഏത് ദുരിതം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ആരെല്ലാം എതിർത്താലും അധികാര കേന്ദ്രങ്ങൾ എതിരായി പോയാലും ഒരു കാരണവശാലും ഞാൻ പിന്മാറുകയില്ല, ശുദ്ധീകരണത്തിൻ്റെ പാതയിൽ ഞാൻ മാറുകയില്ല എന്നുള്ള വ്യക്തമായൊരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം, വ്യക്തമായൊരു നിർബന്ധം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും, ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ദൂര ദേശങ്ങളിലിരുന്ന് കേൾക്കുന്നവരും ദൈവത്തോട് പറയണം, കർത്താവേ, നീ എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ ഉള്ളത്തെ നീ ഒന്ന് കഴുകിത്തരണമേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ ഒന്ന് കഴുകിത്തരണമേ. കർത്താവേ, നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴിയ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു അവിടുന്ന് ക്രൂസിൽ മരിച്ചിട്ട്, എന്നാൽ ഇന്നും ഒരു സജീവ യാഥാർത്ഥ്യമായി ക്രൂസ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ആ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തുടരുന്നു. ആ ക്രൂസിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേറൊരു ആശ്രയമില്ല, ഞങ്ങൾക്ക് ആരുടെയും സഹായമില്ല, ആരുടെയും പിൻബലമില്ല. ഞങ്ങൾക്കുള്ളത് യേശുവേ, അവിടുന്ന് മാത്രം, നീ മാത്രമാണ് ഞങ്ങളുടെ തുണ. ദൈവത്തിന് സ്തോത്രം.
എലിയ പ്രവാചകനെ കരീത്തിൻ്റെ വക്കിലും സരപ്തയിൽ വിധവയുടെ വീട്ടിലും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച ദൈവം നമ്മെ കാക്കും, നമ്മെ പോറ്റും, നമ്മെ പുലർത്തും, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കും. ദൈവത്തിന് സ്തോത്രം. എത്രയോ പേരാണ് നമ്മുടെ കൂട്ടത്തിൽ ദുരിതം അനുഭവിക്കുന്നവർ. എത്രയോ പേര്, പ്രിയപ്പെട്ടവരെ, എത്രയെത്ര കുടുംബങ്ങൾ കണ്ണീരിലാണ്, എത്രയെത്ര ജീവിതങ്ങൾ യാതനയിലാണ്. ഏതെല്ലാം കുടുംബങ്ങൾ നിത്യദുരിതം എന്ന് പറയുന്നത് പോലെ കഷ്ടപ്പാടിൽ കഴിയുന്നു, വേദനയിൽ പുളഞ്ഞു കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നല്ല ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ അമ്മ വിളിച്ചു. നല്ല ബുദ്ധിയുള്ളവനാണ്, എനിക്കറിയാം. എനിക്ക് പ്രത്യേകം വാത്സല്യമുള്ളൊരു കൊച്ചനാണ്. അവന് സഹിക്കാൻ വയ്യാത്ത വേദന, വയറിൽ അസഹ്യമായ വേദന. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വേദനിച്ച് പൊളയുന്നവരനേകർ. ഓരോ തരത്തിലുള്ളതായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അറിയുന്തോറും നമുക്ക് കരയാൻ തോന്നും, കരച്ചിൽ വരും. കഷ്ടപ്പാടിൽ വലയുന്നവർ, കടത്തിൽ മുങ്ങി വലയുന്ന എത്രയോ പേര് കടം, പൈസ തികയുന്നില്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന അനേകർ വിളിച്ചു, സാറേ കടമാണ്, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ധരിച്ചു വെച്ചിരുന്ന വിദേശത്ത് ജോലിക്ക് പോയാൽ കടമൊക്കെ തീരുമെന്നാണ്. പക്ഷേ അവർ വിളിച്ചറിയിക്കുന്നു കടമാണ്, വലിയ കടമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അനേകരെ കടത്തിൽ മുങ്ങി വലയുന്നു. നമ്മുടെ നാട്ടിൽ പൈസയില്ല, ആരുടെയും കയ്യിൽ പൈസയില്ല, പൈസയ്ക്കുള്ള ഞെരുക്കം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഓരോ തരത്തിലുള്ളതായ പ്രതിസന്ധികളിൽപ്പെട്ട് ഒഴിലുന്ന മനുഷ്യർ, പ്രശ്നങ്ങളിൽപ്പെട്ട് അഴിലുന്ന മനുഷ്യർ, ദൈവത്തിന് സ്തോത്രം. ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു. അദ്ദേഹം പറയുന്നു, ഭാര്യ കൂടെ താമസിക്കാൻ തയ്യാറാകുന്നില്ല. എന്തെല്ലാമോ കാരണങ്ങൾ കാണുമായിരിക്കും. ഞാൻ നെക്സ്റ്റ് വാട്സാപ്പിൽ ഞാൻ ചോദിച്ചു, ഭാര്യയ്ക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിൽ അതിനെന്തായിരിക്കും കാരണം? അതൊന്ന് നോക്കി മനസ്സിലാക്കി രമ്യമകൻ നോക്ക്, എങ്ങനെയും ഐക്യമകൻ നോക്ക് ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതങ്ങൾ ഭദ്രമല്ല, കുടുംബജീവിതം ഐക്യമല്ല. ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമാകുന്നില്ല. ഉള്ളിൽ ചില പരിഭവങ്ങളോ നീരസങ്ങളോ അസഹിഷ്ണുതകളോ എല്ലാം ഉണ്ട്. ചില ഇഷ്ടക്കേടുകളെല്ലാം ഉണ്ട്. ചിലപ്പോൾ നിസ്സാരമായ കാര്യത്തിനുള്ള വാശിയായിരിക്കാം. നിസ്സാര കാര്യത്തിലുള്ള വാശി. എൻ്റെ പ്രിയപ്പെട്ടവരെ, വാശിയെല്ലാം വിടുക. നമുക്ക് അക്കരെ ദേശത്തേക്ക് പോകണ്ടേ? കർത്താവായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തണ്ടേ? വാശിയെല്ലാം വിടുക, സ്നേഹിക്കാൻ തുടങ്ങുക. ഞാൻ എങ്ങനെ വീണ്ടും വീണ്ടും പറയും, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. ദൈവത്തിന് സ്തോത്രം. ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം. ഇതെല്ലാം പറഞ്ഞു തരാറുള്ളതാണ്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ കരുതണം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. ഭാര്യയെ ബഹുമാനിക്കുന്നെങ്കിൽ ഭാര്യയുടെ സ്വന്തപ്പെട്ടവരെ എല്ലാം ബഹുമാനിക്കണം. എനിക്ക് നീ കൊണ്ടുവന്ന സ്ത്രീധനം പോരാ എന്നൊന്നും പറയരുത്. ദൈവത്തിന് സ്തോത്രം. നീ എന്നാ കൊണ്ടുവന്നതെന്നൊന്നും ചോദിക്കരുത്. അമ്മായിയമ്മ, സ്വന്തം അമ്മ മരുമോളെ, സ്വന്തം ഭാര്യയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് നിങ്ങൾ തടയണം. ദൈവത്തിന് സ്തോത്രം. ഭാര്യയെ ഇഷ്ടം പോലെ തട്ടാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. കർത്താവിന് സ്തോത്രം. ഇനി പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമോ? കുടുംബത്തിൽ കലഹം ഉണ്ടാകരുത്. കലഹം ഉണ്ടാകാതെ സ്നേഹത്തിൽ സംസാരിച്ച് ഐക്യത്തിൽ മുന്നോട്ട് പോകാൻ നോക്കണം. നമ്മുടെ കുടുംബങ്ങൾ പലതും ഇന്ന് തീയാണ്. നമ്മുടെ കുടുംബങ്ങൾ പലതും ഇന്ന് അഗ്നിഗോളങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങൾ പലതും ഇന്ന് തീഗോളങ്ങളായി നിൽക്കുന്നു. ഏത് സമയത്തും പൊട്ടിത്തെറിച്ച് അഗ്നി പകരും, അഗ്നി പടരും. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ആവർത്തിച്ച് പറയാറുള്ളൊരു കാര്യമാണ് കുടുംബ സമാധാനം. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകണം. നിങ്ങൾ ഐക്യമുള്ളവരായി തീരണം, ഒരു മനസ്സായി തീരണം.
മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കണം, മക്കളെ കരുതണം. മക്കൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് ഇത്തിരി കുറഞ്ഞു പോയാലും നിങ്ങൾ ദേഷ്യപ്പെടരുത്, നിങ്ങൾ വഴക്കടിക്കരുത്, നിങ്ങൾ മക്കളെ ശിക്ഷിക്കരുത്. മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് തല്ലരുത്. ദൈവത്തിന് സ്തോത്രം. മോനെ സാരമില്ല, മോളെ സാരമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് നേടിയെടുക്കാം. മോൻ പ്രാർത്ഥിച്ചുകൊണ്ട് പഠിച്ചാൽ മതി, ഞാനും പ്രാർത്ഥിക്കാം, മോൻ പഠിക്കൂ, മോൾ പഠിക്കൂ എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ മാതാപിതാക്കളും മക്കളും ഒരു ഹൃദയമായിരിക്കണം. വീട്ടിൽ അപ്പനും മക്കളും എല്ലാം, അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരു ഹൃദയമായി തീരുന്ന ഒരു ഐശ്വര്യപൂർണ്ണമായ കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെന്ത് പറയുന്നു? നിങ്ങളുടെ കുടുംബം സമാധാനത്തിൻ്റെ കുടുംബമാണോ? കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ കുടുംബം ഐക്യത്തിൻ്റെ കുടുംബമാണോ? നിങ്ങളുടെ കുടുംബം സ്നേഹത്തിൻ്റെ കുടുംബമാണോ? കർത്താവിന് സ്തോത്രം. ഏലിയ പ്രവാചകൻ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. സ്തോത്രം. അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ കുറേ യാതനകളൊക്കെ സഹിക്കേണ്ടി വന്നു, ഒളിച്ച് പാർക്കേണ്ടി വന്നു, കരീത്തിൻ്റെ വക്കിൽ ഇരിക്കേണ്ടി വന്നു, കാക്ക കൊണ്ടുവരുന്ന അപ്പം തിന്നാനങ്ങ് നോക്കി കാർത്ത് ഭാഗത്ത് ഇരിക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. കാക്ക എങ്ങനെയാണ് അപ്പു ഇറച്ചിയും കൊണ്ടുവന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എങ്ങനെയാണ് കാക്ക കൊണ്ടുവന്നതെന്ന് ഞാൻ ചിന്തിക്കുകയില്ല. പക്ഷേ എനിക്കൊന്നറിയാം, എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ കാക്ക അപ്പു ഇറച്ചിയും കൊണ്ടുവന്ന് പ്രവചനം കൊടുത്തു എന്ന്? ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി പറഞ്ഞു തരാം. നിങ്ങളെ പോറ്റാൻ കാക്കയോട് കൽപ്പിക്കുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നുണ്ട്. നിങ്ങളാരും വലയേണ്ടി വരികയില്ല, നിങ്ങളാരും വിഷമിക്കേണ്ടി വരികയില്ല. നിങ്ങൾക്ക് സമാധാന കാലങ്ങൾ കർത്താവ് തരും, നിങ്ങൾക്ക് ആശ്വാസ കാലങ്ങൾ കർത്താവ് തരും, നിങ്ങൾക്ക് ഐശ്വര്യം കർത്താവ് തരും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹീതരായി തീരും. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിലുള്ളതായ രോഗങ്ങൾക്ക് പൊറുതി കിട്ടും. വിശ്വസിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. കർത്താവിന് സ്തോത്രം, സ്തോത്രം. ഏലിയ പ്രവാചകൻ കർമ്മേലിലേക്ക് നീങ്ങുകയാണ്. സ്തോത്രം. ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് കർമ്മേലിലേക്ക് പോവുകയാണ്. കർമ്മേൽ ഗിരിയുടെ മുകളിലേക്ക് ഏലിയ പ്രവാചകൻ നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏലിയ പ്രവാചകൻ പറഞ്ഞു, ഇവിടെ യഹോവയോട് കൂടിയുള്ളവരെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു. ആ ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസന് എന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ. യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ഏലിയ പ്രവാചകൻ യാഗപീഠം ഒരുക്കി. സ്തോത്രം. യാഗപീഠം ഒരുക്കി. നമുക്കും ഒരു യാഗപീഠം ഒരുക്കണം. അകന്നുപോയ കല്ലുകൾ അടുപ്പിച്ച് വയ്ക്കണം. ചിതറിപ്പോയ കല്ലുകളെല്ലാം അടുപ്പിച്ച് വയ്ക്കണം. ഇന്ന് അനേകരുടെ യാഗപീഠത്തിൻ്റെ കല്ലുകൾ തെറിച്ചു മാറിക്കിടക്കുകയാണ്. ഐക്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അകന്നുപോയ കല്ലുകളെല്ലാം പെറുക്കിക്കൊണ്ടുവരണം. എല്ലാം പെറുക്കിക്കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്ത് വയ്ക്കേണ്ട രീതിയിൽ വയ്ക്കണം. അകന്നുപോയ കല്ലുകൾ. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തീ ഇറങ്ങണമെങ്കിൽ അകന്നുപോയ കല്ലുകൾ അടുപ്പിച്ച് കൊണ്ടുവയ്ക്കണം. സ്തോത്രം. തീ ഇറങ്ങണമെങ്കിൽ പ്രവാചകൻ കല്ലുകളെല്ലാം ഒന്നായി ഒന്ന് കൂട്ടി യാഗപീഠത്തിൻ്റെ കല്ലുകളെല്ലാം ചേർത്ത് വെച്ചു. അവിടെ പ്രവാചകൻ ആദ്യം ചെയ്തത് എന്താണ്? ആദ്യം ചെയ്തത് ബാലിൻ്റെ പ്രവാചകന്മാർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുത്തു. ബാലിൻ്റെ പ്രവാചകന്മാർ അവരെ യാഗവസ്തു യാഗപീഠത്തിൽ വെച്ചു. അവരെ നിലവിളിക്കാൻ തുടങ്ങി. രാവിലെ മുതൽ ഉച്ച കഴിഞ്ഞ് വരെയും അവർ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ബാലയെ ഉത്തരമരുളണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമെന്ന് അവർ പറഞ്ഞു. പക്ഷേ തീ കൊണ്ട് ഉത്തരമരുളുന്നില്ല. ബാലിൻ്റെ പ്രവാചകന്മാർ ലജ്ജിതരായി. അവരുടെ പ്രയത്നം നിർത്തി. അവർ ലജ്ജിതരായി തീർന്നപ്പോൾ അപ്പോൾ ഏലിയ പ്രവാചകൻ
യാഗപീഠത്തിൻ്റെ കല്ലുകളിൽ അടക്കി വെച്ച് യാഗപീഠത്തിന്മേൽ കാളയേർത്ത് വെച്ചു. യാഗപീഠത്തിൻ്റെ ചുറ്റും വെള്ളമൊഴിച്ചു. ചുറ്റും ഒരു തോടുണ്ടാക്കിയ വെള്ളം അതിൽ നിറച്ചു. ദൈവത്തിന് സ്തോത്രം. യാഗവസ്തിന്മേൽ വെള്ളമൊഴിച്ചു. തീ ഇറങ്ങാനൊരു സാധ്യതയില്ല ആക്കി തീർത്തു. വ്യക്തമായിരുന്നു. 18-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. പ്രവാചകൻ ഇതെല്ലാം ചെയ്യുന്നു. പ്രവാചകൻ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നു. പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ഞാൻ എൻ്റെ ദൈവമേ നീ കൽപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഈ ജനം അറിയേണ്ടതിന് ഇപ്പോൾ തീ കൊണ്ട് ഉത്തരവിടണമേ എന്ന് പറഞ്ഞ് പ്രവാചകൻ വിളിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധീകരണം അനുഭവിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. സ്തോത്രം. വിശുദ്ധീകരണം അനുഭവിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. വിശുദ്ധീകരണം അനുഭവിച്ചാൽ അനേകം യാതനകൾ കൂടിയായിരിക്കാം, വേദനകൾ കൂടിയായിരിക്കാം, ദുരിതങ്ങൾ കൂടിയായിരിക്കാം. പക്ഷേ ഈ വിശുദ്ധീകരണം അനുഭവിച്ചു കഴിഞ്ഞാൽ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. നമ്മുടെ ആവശ്യഭാരങ്ങളും പേറിക്കൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് ചെല്ലാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ, നമുക്കുണ്ട് അനേകം ആവശ്യങ്ങൾ, അനേകം ഭാരങ്ങൾ. മക്കളെക്കുറിച്ചുള്ള ആവലാതികൾ നമുക്കുണ്ട്. ഭർത്താവിനെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചുള്ളതായ വേദനാ വിഷയങ്ങൾ നമുക്കുണ്ട്. പ്രായമായ മാതാപിതാക്കളെക്കുറിച്ചുള്ളതായ പ്രയാസങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം ഉണ്ട്. നമ്മുടെ പൈസയുടെ ഞെരുക്കമുണ്ട്. പഠിക്കുന്ന കാര്യത്തിലുള്ളതായ അമാന്തങ്ങളുണ്ട്, അലസതകളുണ്ട്, പലതരം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളിതെല്ലാം എല്ലാ ഭാരങ്ങളും പേറിക്കൊണ്ട്, ഈ ചുമടുകളെല്ലാം പേറിക്കൊണ്ട് നിങ്ങൾ വിശുദ്ധീകരണം അനുഭവിച്ച് യാതനയുടെ ആ ഭാരങ്ങളും പ്രാരബ്ധങ്ങളും വഹിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ അരികിലേക്ക് വരിക. കർത്താവിന് സ്തോത്രം. പ്രാരബ്ധങ്ങളുണ്ട്, നമുക്ക് ഭാരങ്ങളുണ്ട്. എല്ലാം ചുമടായി ഹെവി ബേർഡൻസ്, എല്ലാം വലിയ ഭാരമേറിയ ചുമടുകൾ. ഈ ചുമടുകളും പേറിക്കൊണ്ട് നിങ്ങൾ കർമ്മേൽഗിരി കയറുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ചുമടുകൾ ചുമന്നുകൊണ്ട് കയറുക. നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. നിങ്ങളാരും വിഷമിക്കേണ്ട. ഈ ചുമട് ചുമന്നുകൊണ്ട് നിങ്ങൾക്ക് കർമ്മേൽ മലയുടെ പടവുകളിലേക്ക് ഉയർന്ന് പടന്ന് കയറാം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അവിടെ ചെന്നു പ്രവാചകൻ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്തൊരത്ഭുതം! മുകളിൽ നിന്ന് തീ ഇറങ്ങി വരുന്നു. സ്തോത്രം. മുകളിൽ നിന്ന് തീ ഇറങ്ങി വരുന്നു. ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ മുകളിൽ നിന്ന് തീ ഇറങ്ങി നിങ്ങളെ ദഹിപ്പിക്കട്ടെ. നിങ്ങളുടേതായ ജഡസ്വഭാവത്തെ മുഴുവനും കത്തിച്ച് കളയട്ടെ. നിങ്ങളുടേതായ പാപത്തെ മുഴുവൻ കത്തിച്ച് കളയട്ടെ. സ്വർഗത്തിലെ തീ ഇറങ്ങി നിങ്ങളുടേതായ തിന്മകൾ മുഴുവൻ കത്തിച്ച് കളയട്ടെ. ഈ സമയത്ത് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അലസരായിരിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കർത്താവേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങിയല്ലോ, യാഗവസ്തുവിനെ ദഹിപ്പിച്ചല്ലോ. കർത്താവേ, ഇന്ന് അതാ സ്വർഗത്തിൻ്റെ തീ എൻ്റെ മേലിറങ്ങി എന്നെ മുഴുവനായി കത്തിച്ച് എൻ്റെ ജഡസ്വഭാവത്തെ മുഴുവനായി കത്തിച്ച് കളയണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുനാഥ, നിൻ്റെ സ്വർഗത്തിൻ്റെ അഗ്നി എൻ്റെ മേൽ ഇപ്പോൾ ഇറങ്ങി എന്നെ മുഴുവനായി കത്തിക്കണമേ. നാഥ, എൻ്റെ പാവപ്രകൃതി മുഴുവൻ കത്തിപ്പോകണമേ. കർത്താവേ, പാവമയമായ സ്വഭാവങ്ങൾ മുഴുവൻ കത്തിപ്പോകണമേ. എൻ്റെ ഹൃദയത്തിലുള്ളതായ വൈരാഗ്യവും പകയും കത്തിപ്പോകണമേ. എൻ്റെ ഹൃദയത്തിലുള്ളതായ ഈർഷ്യയും മുഷിച്ചിലും കത്തിപ്പോകണമേ. എൻ്റെ ഹൃദയത്തിലുള്ളതായ അശുദ്ധിയും ക്ലേശതയും കത്തിപ്പോകണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തിലുള്ളതായ തിന്മകളെല്ലാം കത്തിപ്പോകണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, അവിടുന്ന് അത്ഭുത കൃപയാൽ ഇന്ന് എൻ്റെ അരിയിലേക്ക് തീയായി എഴുന്നള്ളി വന്ന് എൻ്റെ തലമേൽ തീയിറങ്ങി ആവസിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുമോ? ആ തീ ഇറങ്ങിയാൽ നിങ്ങളുടെ രോഗങ്ങൾ മാറും, മനോരോഗങ്ങൾ മാറും, മനസ്സിൽ വിഭ്രാന്തികൾ മാറും, നിങ്ങളുടെ ഓർമ്മക്കുറവുകൾ മാറും, നിങ്ങളുടെ ബലഹീനതകൾ മാറും, നിങ്ങളുടെ ക്ഷീണങ്ങൾ മാറും. ദൈവത്തിന് സ്തോത്രം. തീ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ബുദ്ധി തെളിയും. ദൈവത്തിന് സ്തോത്രം. ബുദ്ധി തെളിയും. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതം വിരസമായും ജീവിതത്തിൽ വിരക്തി കൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഉന്മേഷം ലഭിക്കും, നവോന്മേഷം ലഭിക്കും, ഒരു പുതിയ പുത്തൻ ഉണർവ് ലഭിക്കും. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കിത് ഇപ്പോൾ പ്രാപിക്കാം.
അതിനുവേണ്ടി നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. 10 പൈസയും നിങ്ങൾ മുടക്കണ്ടല്ലോ, ഒരു പൈസയും വേണ്ട നിങ്ങൾക്ക്. ആകെ വേണ്ടത് വിശ്വസിക്കാനൊരു മനസ്സുണ്ടായാൽ മതി. യേശുവിനോടുള്ള സ്നേഹം ഉണ്ടായാൽ മാത്രം മതി. യേശുവിനോടുള്ള സ്നേഹത്തിൽ നിങ്ങൾക്കിപ്പോൾ ദൈവത്തോട് പറയാം, കർത്താവേ, പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏലിയ പ്രവാചകൻ്റെ പ്രാർത്ഥനയിൽ തീ ഇറങ്ങുവാനിടയാക്കിയ ജീവനുള്ള ദൈവമേ, ഇപ്പോൾ എൻ്റെ മേൽ നിൻ്റെ സ്വർഗത്തിലെ തീ ഇറങ്ങണമേ. സ്വർഗത്തിലെ തീയാകുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ നാവിൽ വന്ന് തീക്കനലായി എൻ്റെ നാവിൽ വന്ന് തെളിയണമേ, ജ്വലിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി എഴുന്നള്ളി വന്ന് എൻ്റെ തലമേൽ ആവസിച്ച് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ഇപ്പോൾ സ്വർഗത്തെ തീയാകുന്ന പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് എൻ്റെ ശരീരത്തിലെ സിരകളിലൂടെ ഒഴുകി എൻ്റെ ബലഹീനതകൾ, എൻ്റെ രോഗങ്ങൾ മാറ്റണമേ. എൻ്റെ ബലഹീനതകളെല്ലാം മാറ്റണമേ, രോഗങ്ങളെല്ലാം മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വന്ന് എൻ്റെ മേൽ ആവസിക്കണമേ. പരിശുദ്ധാത്മാവേ, തീയായി എഴുന്നള്ളി വന്ന് എൻ്റെ മേൽ ആവസിക്കണമേലോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, തീയായി എൻ്റെ മേൽ ആവസിച്ച് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ മരിച്ചിരിക്കുകയാണ് കർത്താവേ. പാവം മൂലം ഞാൻ ആത്മാവിൽ മരിച്ചിരിക്കുകയാണ്. എന്നെ ഉയർപ്പിക്കണമേ കർത്താവേ. തീ എൻ്റെ മേൽ പകർന്ന് എനിക്ക് ജീവൻ തരണമേ. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിന് തീയാൽ ഇന്ന് എന്നെ അഭിഷേകം ചെയ്യണോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന് തീയാൽ ഇന്ന് എന്നെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. തീയുടെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ മേൽ തീ ഒഴുകണമേ. എൻ്റെ ശരീരങ്ങളിലൂടെ സ്വർഗത്തിന് തീ ഒഴുകണമേ. സ്വർഗത്തിന് തീ എൻ്റെ ശരീരങ്ങളിലൂടെ ഒഴുകി എന്നെ ഞാൻ അല്ലാതാക്കി മാറ്റണമേ. എൻ്റെ മേലുള്ളതായ ശാപങ്ങളെല്ലാം മാറ്റണമേ. എൻ്റെ കുടുംബത്തിന് മേലുള്ളതായ ശാപദോഷങ്ങളെല്ലാം മാറ്റണമേ. എൻ്റെ വ്യക്തിത്വത്തിന് മേലുള്ളതായ എല്ലാ ശാപങ്ങളും മാറ്റണമേ. എൻ്റെ മേലുള്ള ബാധകളെല്ലാം മാറ്റണമേ. നാഥ, പാപത്തിൻ്റെ എല്ലാ അഴുക്കുകളും മാറ്റണമേ. എല്ലാം കത്തിച്ച് കളയണമേ. ഇപ്പോൾ നാഥ, അതിൻ്റെ തീ എൻ്റെ മേൽ പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.